നയൻതാര കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച സിനിമയാണ് അന്നപൂരണി ദ ഗോഡസ് ഓഫ് ഫുഡ്. അപ്പോൾ ഈ ചിത്രം ഡിസംബർ മാസം തുടക്കത്തിൽ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തു. അതിനുശേഷം ഡിസംബർ അവസാനത്തോടുകൂടി പ്രമുഖ OTT പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യുകയുണ്ടായി. ഇപ്പോൾ ഈ സിനിമ നെറ്റ്ഫ്ലിക്സ് പിൻവലിച്ചിരിക്കുകയാണ്. ഇതിന് പ്രധാന കാരണം ഹിന്ദു സംഘടനകൾ ഈ സിനിമയ്ക്കെതിരെ ഉയർത്തിയ പ്രതിഷേധമാണ്. ഈ സിനിമ മതവികാരത്തെ വ്രണപ്പെടുത്തുന്നു, ഒപ്പം തന്നെ ലവ് ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് ഹിന്ദു സംഘടനകളുടെ പരാതി. കഴിഞ്ഞ ദിവസം മുംബൈ പോലീസ് സിനിമയ്ക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. നിഷാദ്, ഇതാദ്യമായിട്ടല്ല ഈ ഹിന്ദു സംഘടനകൾക്ക് സിനിമകൾ കൊണ്ട് മതവികാരം വ്രണപ്പെടുന്നത്. അതിൻ്റെ അവസാന ശ്രേണിയിലെ അവസാന ഉദാഹരണമാണ് അന്നപൂർണി സിനിമ. നയൻതാര കേന്ദ്ര കഥാപാത്രമായി എത്തിയ സിനിമ. എന്ത് കരുതുന്നു? നേരത്തെ രേഷ്മ പറഞ്ഞ പോലെ ഇന്ത്യയിൽ സിനിമകൾക്കകത്തെ കണ്ടന്റ് കണ്ട് മതവികാരം വ്രണപ്പെടുന്നു എന്ന് പറയുന്നത് ഒരു പുതിയ കാര്യമല്ല. നമ്മൾ എത്രയോ കാലഘട്ടം കണ്ടുകൊണ്ടിരുന്ന ട്രെൻഡാണ്. അതിനകത്ത് അപകടകരമായ കാര്യം ഏതാണ്ട് അത്തരം സമ്മർദ്ദങ്ങൾക്ക് പൂർണ്ണമായും സിനിമയുടെ അണിയറക്കാർ വഴങ്ങിക്കൊടുക്കുന്നതാണ്. ബോളിവുഡിൽ നമ്മളത് കണ്ടു കഴിഞ്ഞു. ബോളിവുഡിൽ ഇനിയിപ്പോൾ അത്തരം ഒരു മതസൗഹാർദ്ദ സ്വഭാവമുള്ളതോ എല്ലാവർക്കും തുല്യ പ്രാധാന്യമുള്ളതായിട്ടുള്ള ഒരു സിനിമ പോലും എടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ എല്ലാ അർത്ഥത്തിലും ഇന്ത്യയിൽ ഇപ്പോൾ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാമൂഹ്യ പരിസരത്തെ പരിഗണിച്ചു മാത്രമേ സിനിമ ഉണ്ടാക്കാൻ കഴിയുമെന്നില്ല ബോളിവുഡിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മളിപ്പോൾ സൗത്ത് ഇന്ത്യയിലേക്ക് വന്നാലും അവിടെ ഉണ്ടാക്കുന്ന തെലുങ്ക് സിനിമകൾ എടുത്തു നോക്കിയാലും അതിനകത്തും ഇതിൻ്റെ ഒരു ഫ്ലേവർ കടന്നു വരുന്ന കാണാൻ പറ്റും. അപ്പോൾ ആ സിനിമയെ കീഴടക്കുക എന്നത്, സിനിമയെ മൊത്തം നമ്മുടെ രാഷ്ട്രീയ പദ്ധതിക്ക് ഉപയോഗിക്കുക എന്നുള്ളത് വലിയൊരു പ്രോജക്റ്റാണ്. അതിനാ നിലയ്ക്കുള്ള വലിയ സ്വാധീനം ഉണ്ടാക്കാനും കഴിയും. നമ്മളിപ്പോൾ രാം ജന്മഭൂമിയെക്കുറിച്ച് പറയുമ്പോൾ TV-യിൽ സംപ്രേഷണം ചെയ്ത ഒരു സീരിയലിൻ്റെ കഥ പറയുന്നത് അവിടെ നിന്നാണ് അതിന് തുടക്കം. അപ്പോൾ അതിന് ആളുകളിലേക്ക് മാസിനെ പിടിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഗതിയാണ് സിനിമ. അപ്പോൾ സിനിമയ്ക്കകത്ത് ഏതെങ്കിലും തരത്തിലുള്ള വിമർശനത്തിൻ്റെ സാധ്യതകളെ പൂർണ്ണമായി ഒഴിവാക്കുക. സിനിമയ്ക്കകത്ത് വിമർശനത്തിൻ്റെ അല്ല, സിനിമയ്ക്കകത്ത് ഏതെങ്കിലും തരത്തിൽ മനുഷ്യർ കലരുന്നതിൻ്റെ സാധ്യതകളെ ഒഴിവാക്കുക. നമ്മളെല്ലാവരും മനുഷ്യരാണെന്നും നമ്മൾ ഒരുമിച്ച് സൗഹാർദ്ദത്തോടെയാണ് ജീവിക്കേണ്ടതെന്നുള്ള സന്ദേശം, പ്രത്യേകിച്ച് മതങ്ങളുടെ കാര്യത്തിൽ പറയുന്ന ഏത് കണ്ടന്റിനെയും ഒഴിവാക്കുക. കാരണം അത്തരം ഒരു സൗഹാർദ്ദത്തിൻ്റെ അല്ല, ആളുകളെ വിഘടിപ്പിക്കുന്നതിൻ്റെ ആശയമാണ് പ്രവർത്തിക്കേണ്ടതെന്ന് വിചാരിക്കുന്നവരാണ് അവർ. അപ്പോൾ തമിഴ് സിനിമ പൊതുവെ അതിനോട് പ്രതിരോധിച്ച് നിന്നവരാണ്. അവരതിനകത്ത് പലതരത്തിലുള്ള രാഷ്ട്രീയം പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടുത്തെ പ്രധാനപ്പെട്ട നായകന്മാർ പോലും വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം പറയുകയും പല ED റെയ്ഡും മറ്റുമൊക്കെ ഉണ്ടായിട്ട് കൂടി അതിനോട് തോറ്റുപോകാതെ നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. തമിഴ് സിനിമ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുള്ള പൊളിറ്റിക്സ്, പക്ഷേ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും നന്നായി പൊളിറ്റിക്സ് സംസാരിക്കുന്ന സിനിമകളിലൊന്നും കൂടിയായിരിക്കും തമിഴ് സിനിമ. അപ്പോൾ അവരെയും കൂടി സമ്മർദ്ദത്തിലാക്കുന്നു. ഇതിൻ്റെ പ്രശ്നം, ഒരു സിനിമ ഉണ്ടാക്കുമ്പോൾ അതിന് നല്ല ചിലവുണ്ടാകുന്നതാണ്. ആ സിനിമ തിയേറ്ററിൽ ഓടാതിരിക്കാം. പക്ഷേ ആ തിയേറ്ററിൽ ഓടിയതിനു ശേഷം ഇത് OTT പ്ലാറ്റ്ഫോമിൽ വിൽക്കുക എന്നതും അതിൻ്റെ കച്ചവടവുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യമാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഹിന്ദുത്വവാദികളെ ഡിസ്റ്റേബ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന എന്തെങ്കിലും എലമെൻറ്റ്സ് ഉള്ള സിനിമയാണെങ്കിൽ ഞങ്ങൾ എടുക്കില്ല എന്നൊരു നില വന്നാൽ പിന്നെ അത്തരം കണ്ടന്റുകൾ ഉപയോഗിക്കാതിരിക്കാം എന്നതിലേക്ക് ആളിലെത്തും. കാരണം ഇത് ഭയങ്കര ഒരു വിപ്ലവപരമായിട്ട് ചെയ്യാൻ കഴിയില്ല. കാരണം കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ശതകോടികൾ വേണ്ട ഒന്നാണ് സിനിമ. അപ്പോൾ ആ സിനിമയ്ക്കകത്ത് വെറുതെ ഒരു വിവാദത്തിന് വഴിമരുന്നിടണ്ട എന്ന മട്ടിൽ ആളുകൾ ഈ പറയുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള സംഗതികളൊക്കെ ഒഴിവാക്കാൻ. അതായത് ഇപ്പോൾ ഈ സി സ്റ്റുഡിയോസ് ആണ് ഇതിൻ്റെ ഒരു നിർമ്മാതാക്കളായിട്ടുള്ള ആളുകൾ. അപ്പോൾ അവർ മാപ്പ് പറഞ്ഞിട്ടുണ്ട്, വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമാപണം എന്ന് പറയുക. അതെ, യെസ്. അത് മാത്രമല്ല, ഇതിപ്പം നേരത്തെ നമ്മളിങ്ങനെ ഒരു സിനിമ പിൻവലിക്കേണ്ടി വന്നാൽ അല്ലെങ്കിൽ വിമർശനം വന്നാൽ ഇത് സംബന്ധിച്ച കുറേ ചർച്ചകൾ നമ്മൾ കാണാറുണ്ട്. പക്ഷേ നോക്കൂ, ഇന്ന് ഈ നിമിഷം വരെയും അങ്ങനെ ഒരു ചർച്ചയോ പ്രതിഷേധമോ ഒന്നും കണ്ടിട്ടില്ല. ഇത് വളരെ നോർമലൈസ് ചെയ്യപ്പെട്ടു. അതിൻ്റെ ഒരു അപകടമില്ലേ? എന്ന് വെച്ചാൽ അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിനകത്ത് ഞങ്ങൾ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, ഞങ്ങൾ മതങ്ങൾ തമ്മിലുള്ള നല്ല ബന്ധത്തെക്കുറിച്ചാണ് ഉദ്ദേശിച്ചത്, ഏതെങ്കിലും മതത്തെ ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ ആ കണ്ടന്റിൽ ഉറച്ചു നിൽക്കുന്നു എന്നും പറയാൻ കഴിയുന്ന പരിസരം നഷ്ടമായി കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ ബുദ്ധിമുട്ടാണ് മുന്നോട്ട് പോകുന്നവർക്ക് മനസ്സിലായി. കാരണം അതിന് ബോളിവുഡ് ഓൾറെഡി അതിന് കീഴ്പ്പെടും നമ്മൾ കണ്ടില്ലേ. അതിൻ്റെ ഒരു തുടർച്ച ഇവിടെ സംഭവിക്കുമോ എന്നാണ് നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, സിനിമയ്ക്കകത്തേക്ക് ഇത് കടന്നു വരികയാണ്. സിനിമയിൽ സ്വതന്ത്രമായി ഒരു നിർമ്മാല്യത്തിൻ്റെ പകുതിയോ പോലുള്ള സിനിമ ഉണ്ടാക്കാൻ കഴിയുന്ന സാഹചര്യം ഇല്ലാതെ. ആമിർ ഖാൻ അഭിനയിച്ചൊരു സിനിമയുണ്ടല്ലോ, മൊത്തം ഇന്ത്യയിലെ ദൈവങ്ങളെയൊക്കെ വിമർശിക്കുന്ന ഒരു സിനിമയുണ്ടല്ലോ അവസാനം വന്ന്. അപ്പോൾ അതിൻ്റെയൊക്കെ അതിൻ്റെയൊക്കെ സാധ്യതകൾ ഏതാണ്ട് അവസാനിക്കുകയും ഇത് ഒരുപാട് താല്പര്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് മാത്രം വളരെ ചുരുങ്ങിയ ഭാവനയിൽ ഉണ്ടാക്കാൻ കഴിയുന്ന സിനിമയായിട്ട് നമ്മുടെ സിനിമ ചുരുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ആദ്യം. ബാക്കി ഹെയ്റ്റ് അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ ദൈനംദിനമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ഒരു പുതിയ കാര്യമല്ല. സിനിമയുടെ കാര്യത്തിൽ ഇതാണ് പ്രശ്നം. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലാണ് വന്നിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് ഒരു ആഗോള പ്ലാറ്റ്ഫോം കൂടിയാണ്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കുന്ന ഒരു ഡാമേജ് കൂടിയില്ലേ? മറ്റ് ആളുകളൊക്കെ വീക്ഷിക്കുന്നതല്ലേ നമ്മുടെ സിനിമകളൊക്കെ?
എന്ത് ഡാമേജ് എനിക്ക് മനസ്സിലായില്ല. എന്താ വെച്ചാൽ നെറ്റ്ഫ്ലിക്സ് ഉൾപ്പെടെയുള്ള ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ, ഈ OTT പ്ലാറ്റ്ഫോമുകളൊക്കെ നിയന്ത്രിക്കുന്ന ഒരു നിയമനിർമ്മാണം നടന്നിട്ട് 1 വർഷം കഴിഞ്ഞു. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ആഗ്രഹിക്കാത്ത ഒരു കണ്ടന്റ് ഈ പറയുന്ന ഗ്ലോബൽ പ്ലാറ്റ്ഫോമുകളിൽ ഇനി വരാനുള്ള ഒരു സാധ്യതയുമില്ല. അതിൻ്റെ കാരണം വെച്ചാൽ ഇന്ത്യ 140 കോടി ജനങ്ങളുള്ളൊരു വലിയ മാർക്കറ്റാണ്. സിനിമയ്ക്ക് തന്നെ വലിയ മാർക്കറ്റുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ട് നെറ്റ്ഫ്ലിക്സിനോ അല്ലെങ്കിൽ ആമസോൺ പ്രൈമിനോ ഒന്നും നിലനിൽക്കാൻ കഴിയില്ല. അവരുടെ മാർക്കറ്റ് വളരെ പ്രധാനമാണ്. അപ്പോൾ ഇവിടെ എന്താണ് പരാതി? ഒരു VHP എന്ന് പറയുന്ന ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയുടെ ആ പരിവാറിൽപ്പെട്ട ഒരു സംഘടനയാണ് പരാതി കൊടുത്തിട്ടുള്ളത്. അവർ ഉടനെ തന്നെ കേസെടുക്കുന്നു. പോലീസ് കേസെടുക്കുക എന്നുള്ളൊരു വലിയ കാര്യമൊന്നുമല്ല. മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും കേസുണ്ട്. അപ്പോൾ രണ്ടിടവും ഭരിക്കുന്നത് BJP ആണ്. അവർ കേസെടുക്കുന്നു. കേസെടുത്ത് കഴിയുമ്പോൾ എന്താണ് കേസ്? രാം ജന്മഭൂമി ഈ പറയുന്ന പ്രാൺപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് ശ്രീരാമചന്ദ്രനെ അപമാനിച്ചുകൊണ്ടൊരു സിനിമ ഇറങ്ങുന്നു. അത് മതവികാരം ഉണപ്പെട്ടു. ഉടനെ കേസെടുക്കുകയാണ്. ഞാൻ ഈ സിനിമ മുഴുവൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കുറച്ച് കണ്ട് എനിക്ക് ബോറടിച്ച് നിർത്തിയതാണ്. എനിക്ക് അങ്ങനത്തെ വലിയ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ മുഴുവൻ കാണാത്തൊരു സിനിമയാണ്. പിന്നെ ഇതിൻ്റെ കുറേ ക്ലിപ്സ്, എന്തുകൊണ്ടാണ് ഇത് വിവാദമായെന്നുള്ള ക്ലിപ്സ് കുറച്ച് ട്വിറ്ററിലൊക്കെ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. അത് കണ്ടു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇത് പറയുമ്പോൾ ഇത് എന്തുകൊണ്ട് നിരോധിക്കപ്പെട്ടു അല്ലെങ്കിൽ എന്തുകൊണ്ട് പിൻവലിക്കുന്നു പറയണമല്ലോ. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സിനിമയുടെ, ഞാൻ സ്പോയിലർ പറയുകയാണ്, സിനിമയുടെ നായിക ഒരു ബ്രാഹ്മൺ ആണ്. അപ്പോൾ അവർ ഷെഫാവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഷെഫാവാൻ ആഗ്രഹിക്കുമ്പോൾ അവളുടെ അച്ഛന് അത് ഇഷ്ടമല്ല. അച്ഛൻ പൂജാരിയാണ്. അച്ഛൻ പ്രസാദം കുക്ക് ചെയ്യുന്ന ഒരു പൂജാരിയാണ്. അപ്പോൾ അങ്ങനെ ഒരാളായ എൻ്റെ മകൾ എങ്ങനെയാണ് ഷെഫാവുക? ഷെഫാവുമ്പോൾ നോൺ വെജ് കുക്ക് ചെയ്യേണ്ടി വരില്ല എന്നാണ് ചോദ്യം. അപ്പോൾ ഇവർക്ക് അത് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഇവളുടെ സുഹൃത്ത്, അതാണ് ഇതിലേറ്റവും അടിവരായിട്ട് മനസ്സിലാക്കുന്നത്. സുഹൃത്തിൻ്റെ ഒരു ഫർഹാൻ എന്നാണ് പേര്. അത് മതി നോർത്ത് ഇന്ത്യയിൽ പ്രശ്നമാണ്. അപ്പോൾ ഫർഹാൻ പറയുന്നു, നീ എന്ത് കഴിക്കണം? ആ ഒരു സീനാണ് ഞാൻ കണ്ടത്. നീ നോൺ വെജ് കഴിക്കണോ വെജിറ്റേറിയൻ കഴിക്കണമെന്ന് നിൻ്റെ ചോയ്സാണ്. പക്ഷെ നീ കുക്ക് ചെയ്യുക എന്നുള്ളത് നിൻ്റെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ ബിരിയാണി വയ്ക്കുന്നവരുണ്ട്, നന്നായിട്ട് ബിരിയാണി വയ്ക്കുന്ന ആളുണ്ട്. പക്ഷേ എൻ്റെ വീട്ടിൽ പലരും വെജിറ്റേറിയനാണ്. ബീങ് എ മുസ്ലിം, അവർ വെജിറ്റേറിയനാണ് കഴിക്കുന്നത്. പക്ഷേ അവരെന്ത് ചെയ്യുന്നു? ബിരിയാണി കുക്ക് ചെയ്യുന്നുണ്ട്, മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ അവരത് കഴിക്കില്ല, അവർ വെജിറ്റേറിയൻ ആയിരിക്കും. അപ്പോൾ എന്ത് കഴിക്കണം എന്നുള്ളത് നമ്മുടെ പേഴ്സണൽ ചോയ്സാണ്. പക്ഷേ നമ്മൾ എന്ത് പ്രൊഫഷൻ സ്വീകരിക്കണം എന്നുള്ളത് നമ്മുടെ ഇത്തരം വിശ്വാസങ്ങളെ സ്വാധീനിക്കാൻ പാടില്ല എന്ന് ഇയാൾ ഉപദേശിക്കുക. ആര്? ഫർഹാൻ നയൻതാരയെ ഉപദേശിക്കുകയാണ്. നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അന്നപൂർണിയെ ഉപദേശിക്കുകയാണ്. അന്നപൂരണി. അപ്പോൾ അവൻ അതിനെ സാധൂകരിക്കാൻ വേണ്ടി വാത്മീകി രാമായണത്തിലെ ഒരു ശ്ലോകം ഉദ്ധരിക്കുന്നുണ്ട്. വാത്മീകി രാമായണത്തിൽ പറയുന്നത് രാമനും സീതയും ലക്ഷ്മണനും ഒക്കെ വനവാസത്തിന് സമയത്ത് അവരിത് കഴിച്ചിരുന്നു. അപ്പോൾ ശ്രീരാമൻ അങ്ങ് കഴിച്ചിരുന്നു എന്ന് വാത്മീകി രാമായണം കൂട്ടിയാണ്. അപ്പോൾ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ശ്രീരാമൻ ഈ മാംസഭുക്കായിരുന്നു എന്ന് വെച്ചാൽ ശ്രീരാമൻ ബ്രാഹ്മണനായിരുന്നില്ലല്ലോ. ശ്രീരാമൻ അത് കഴിച്ചു ഇല്ല എന്നുള്ള വേറെ കാര്യം. പക്ഷേ വാത്മീകി രാമായണത്തിൽ പറയുന്നുണ്ട്, കഴിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പോപ്പുലർ രാമായണത്തിന് പല വേർഷൻ ഉണ്ടല്ലോ. അപ്പോൾ രാമായണം തന്നെ പോപ്പുലർ ആവുന്നതാണ് രാമചരിതമാനസ് എഴുതുമ്പോഴാണ്. ഈ രാമചരിതമാനസ് ഹിന്ദി ഭാഷയിൽ വരുമ്പോഴാണ് ഇത് പോപ്പുലർ ആവുന്നത്. മറ്റ് സംസ്കൃതത്തിലാണ് വാത്മീകി രാമായണം ഉൾപ്പെടെ. അപ്പോൾ ഈ സംസ്കൃതത്തിലെ രാമായണത്തിൽ ഇത് പറയുന്നുണ്ട്. എൻ്റെ ഒരു ആയുർവേദ ഡോക്ടറായ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം എനിക്കൊരു ടെക്സ്റ്റ് അയച്ചു തന്നിരുന്നു. ഈ ചരക സംഹിതയാണെന്ന് തോന്നുന്നു. ചരക സംഹിതയിൽ ആയുർവേദത്തിലെ പ്രധാനപ്പെട്ട മരുന്നിൽ ഉപയോഗിക്കുന്നത് പശുമാംസമാണ്. അതിൽ കൃത്യമായിട്ട് പറയുകയാണ്, അതാണ് ഉപയോഗിക്കുന്നത്. അതിലെ ആടിൻ്റെ മാംസം പല അസുഖങ്ങൾക്കും അത് കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പം ഇത് ഇയാൾ പറയണം, ഇയാൾ ഇത് കഴിക്കാൻ വേണ്ടി ഉപദേശിക്കുകയല്ല ചെയ്യുന്നത്. നിങ്ങളൊരു വെജിറ്റേറിയൻ ആണെങ്കിൽ നോൺ വെജ് കഴിച്ചു നോക്കുന്നല്ല പറയുന്നത്. നിങ്ങളൊരു പ്രൊഫഷൻ സ്വീകരിക്കുമ്പോൾ നോൺ വെജ് കുക്ക് ചെയ്യേണ്ടി വരും, അതിൽ പിന്നോട്ട് പോകരുത് എന്നാണ് പറയുന്നത്. കഴിക്കാതിരുന്നുണ്ട് എൻ്റെ ഇഷ്ടം എന്നോ, അത്രയും വളരെ ലിബറലായിട്ടാണ് ആ സംസാരം. എനിക്കതിൽ കുറച്ച് ക്രിഞ്ചായിട്ട് തോന്നിയിട്ടുള്ളത്, ഒരു കോമ്പറ്റീഷനിൽ ബിരിയാണി വെക്കുകയാണ് നയൻതാര. അപ്പോൾ ബിരിയാണി വെക്കുമ്പോൾ അവൾ ബിരിയാണി വെക്കുന്നതിന് മക്കനെ കിട്ടിയിട്ട് നിസ്കരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ജഡ്ജസ് ഇവരോട് ചോദിക്കുക, എന്തിനാണ് നിസ്കരിച്ചത്? എന്നെ ബിരിയാണി വെക്കാൻ പഠിപ്പിച്ചവർ പറയുന്നത് ബിരിയാണി നന്നാവണമെങ്കിൽ അതിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ട് ചെയ്യണം, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്കത് കുറച്ച് ക്രിഞ്ചായിട്ട് തോന്നി. കാരണം പ്രാർത്ഥിച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കിയ ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ടാവുന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഇതൊക്കെയും എവിടെ പ്രശ്നമാണ്? നോർത്ത് ഇന്ത്യയിൽ പ്രശ്നമാണ്. ഒന്ന് ഫർഹാൻ പ്രശ്നമാണ്, ബിരിയാണി വെക്കുന്ന പ്രശ്നമാണ്, ബിരിയാണിക്ക് മുമ്പ് പ്രാർത്ഥിക്കുന്ന പ്രശ്നമാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ ശ്രീരാമൻ ഇത് കഴിച്ചു എന്നുള്ള പഴയ വാൽമീകി രാമായണം കോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇതൊന്നും നടക്കില്ല എന്നാണ് ഇപ്പോൾ നിഷ പറഞ്ഞല്ലോ. PK ആണ് ആ അർത്ഥത്തിൽ പുറത്തുനിന്ന് ഏറ്റവും അവസാനത്തെ സിനിമ. അപ്പോൾ ഇന്ത്യ വളരെ അസഹിഷ്ണുക്കൾ ഭരിക്കുന്ന ഒരു രാജ്യമായി മാറിയിരിക്കുകയാണ്. നമുക്ക് ഇത് നോർമലൈസ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ, ഈ മറുവശത്ത് നിന്ന് ഇപ്പോൾ തമിഴ് സിനിമകൾ ചെയ്യുന്നത്, തമിഴ് സിനിമ ഇപ്പോൾ ഇങ്ങനൊരു കണ്ടന്റ് കൊണ്ടുവരുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇങ്ങനൊരു കണ്ടന്റ് കൊണ്ടുവരുന്നത് രാജ്യത്ത് ഇങ്ങനൊരു പൊളിറ്റിക്കൽ കാലാവസ്ഥ നിലനിൽക്കുന്നു എന്നുള്ളതുകൊണ്ടും, ഒരു പക്ഷേ ഈ DMK ഒക്കെ മുന്നോട്ട് വയ്ക്കുന്ന ഉദയനിധി സ്റ്റാലിനൊക്കെ മുന്നോട്ട് വെച്ച ആ ഒരു രാഷ്ട്രീയം സിനിമയിലൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിരിക്കും. പക്ഷേ തമിഴ്നാട്ടിൽ അത് ഓടും. പക്ഷേ ഈ
നെറ്റ്ഫ്ലിക്സിൻ്റെയും OTT പ്ലാറ്റ്ഫോമുകളുടെയും കാലത്ത് ഇന്ത്യയിൽ അത് കുഴപ്പങ്ങളുണ്ടാക്കും. അപ്പോൾ ഇത് കുറച്ച് നാൾ ഈ രാഷ്ട്രീയ കാലാവസ്ഥ തുടരുന്നത് ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ഇതിലൊരു മാറ്റം വരുമെന്നൊക്കെ പ്രതീക്ഷിക്കാം. യെസ്, അതിനാണ് ഒരു സിനിമ പിൻവലിക്കേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ വർത്തമാനകാല ഇന്ത്യയിൽ ഒരു സിനിമ എടുക്കുമ്പോൾ അതിൻ്റെ പരിധികൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ കരുതിയിരിക്കണം എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ പിൻവലിക്കൽ നൽകുന്നത്. അതുമാത്രമല്ല, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് എത്രത്തോളം അതിരുകളുണ്ട്, എന്തൊക്കെ ആവിഷ്കരിക്കാൻ കഴിയും എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഭരണകൂടം നൽകുന്നു എന്നുള്ളത് ഇനി അങ്ങോട്ട് പോകുമ്പോൾ സിനിമ എടുക്കുന്നവർക്ക് അല്ലെങ്കിൽ പുതിയ കലാസൃഷ്ടികൾ നടത്തുന്നവർക്ക് എത്രത്തോളം വെല്ലുവിളിയാണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഔട്ട് ഓഫ് ഫോക്കസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.